ഹലോ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സേമിയ ഉപ്മാവാണ്. ഇത് ഏകദേശം 200 ഗ്രാം സേമിയ ഉണ്ട്. ഇത് ഓൾറെഡി ഫ്രൈഡ് സേമിയയാണ്. 200 ഗ്രാം ഫ്രൈഡ് സേമിയ, പിന്നെ കുറച്ച് തേങ്ങ. ഇനി ഇത് കടുവറക്കുവാനുള്ള സാധനങ്ങളാണ്. ഇത് ഒരു 3 വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ കടുക് വറക്കുമ്പോൾ ചേർക്കാൻ കുറച്ച് കിസ്മിസും ഉണ്ട്. പിന്നെ ഉപ്പ് വേണം നമുക്ക്. നമ്മൾ കടുക് വറക്കുമ്പോൾ കടുക്, പിന്നെ ഉഴുന്ന് പരിപ്പ്. അപ്പോൾ കടുക് വറക്കുന്നത് റിഫൈൻഡ് ഓയിലാണ് ഇത് ചെയ്യുന്നത്. റിഫൈൻഡ് ഓയിലിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ നമ്മൾ ചേർക്കും. കിസ്മിസും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നെയ്യും കൂടെ ചേർക്കും. പിന്നെ ഈ സേമിയയുടെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളമെടുത്ത് ബോയിൽ ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമ്മളൊരു ചീനച്ചട്ടി അടുക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഈ ഓയിലിനോടൊപ്പം തന്നെ നമ്മൾ നെയ്യ് ഒഴിക്കുക. അധികം വേണ്ട, ഒരു 2 സ്പൂൺ നെയ്യ്, ചെറിയ സ്പൂണാണ്. 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നമുക്കിതിനെ ഒന്ന് ചുറ്റിക്കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ കടുകിടുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ച് ഉഴുന്ന് വരും. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ വേഗം ഉഴുന്ന പരിപ്പൊക്കെ അങ്ങ് കറുത്തു പോകും. ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന കിസ്മിസ് നമുക്കിടാം. പിന്നെ 3 വറ്റൽമുളക്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചിയും കറിവേപ്പിലയും. ഞാൻ നല്ലപോലെ തീ കുറച്ച് വെച്ചിട്ടാണിത് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഫ്രൈഡ് റവയാണ്, എങ്കിലും നമ്മളൊന്നും കൂടെ മൂപ്പിച്ചേക്കണം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നമ്മളിവിടെ ഇത്രയും അളവിൽ, ഈ സേമിയയുടെ അത്രയും തന്നെ അളവിൽ വെള്ളമെടുത്ത് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അടുപ്പിൽ. ഇതിലോട്ട് നമ്മൾ എൻ്റെ വെള്ളം തിളച്ച് കഴിഞ്ഞു. ഈ തിളച്ച വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. ഈ സമയം നമ്മൾ കുറച്ചുപ്പിടുക. അധികം ഉപ്പ് വേണ്ട, കുറച്ചുപ്പിടുക. എന്നിട്ട് ഇത് ഏറ്റവും കുറഞ്ഞ തീയിലോട്ട് വെക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുക. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ അടപ്പൊന്ന് മാറ്റുക. നമ്മുടെ സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയം നമ്മൾ ആ തേങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇടാതെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. തേങ്ങ ഒന്ന് വേകാൻ 1 മിനിറ്റ് കൂടെ നമ്മൾ ഒന്ന് അടച്ചു.
നമ്മുടെ സേമിയ ഉപ്പുമാവൊക്കെ ഇപ്പം റെഡിയായി കഴിഞ്ഞു. വളരെ വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. സേമിയ ഉപ്പുമാവിന് പിന്നെ അതിൻ്റെ കൂടെ ഒരു ബോണസായിട്ട് ഞാനൊരു സാധനം കൂടെ കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഒരു മുട്ട സേമിയ കൊടുക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാക്കാം നമുക്ക്. കുറച്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ്. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ ഇങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഒരു മുട്ട എടുക്കുന്നേ ഉള്ളൂ. കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ അത് മുട്ട സേമിയ തന്നെ ഉണ്ടാക്കുന്നതെങ്കിൽ മുട്ട കൂടുതൽ എടുക്കുക. നമ്മൾ ചെറുതായിട്ട് തീ കത്തിച്ചിട്ട് ഇത്രയും സേമിയ ഇതിന് എടുത്തിട്ടുണ്ട് ഇപ്പോൾ മുട്ട സേമിയ ഉണ്ടാക്കാൻ. അപ്പം അതുകൊണ്ടാണ് ഒരു മുട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ കൂടുതൽ സേമിയ എടുക്കുവാണെങ്കിൽ ഇത് കൂടുതലാക്കണം. ഇതിലോട്ട് ഈ മുട്ട ഇങ്ങനെ ഒഴിക്കുക. ചെറുതായിട്ട് മുട്ട ഇങ്ങനെ തുടങ്ങുമ്പോൾ നമ്മളതിനെ ഒന്ന് ചിക്കുക. കൂടെ സേമിയയും ചിക്കണം. മുട്ട മുഴുവൻ ഇതിൻ്റെ കൂടെ സേമിയയുടെ കൂടെ എല്ലാം ചിക്കി ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ട സേമിയയും ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നു. നമ്മുടെ 2 സേമിയകൾ റെഡിയായി. ഇത് നമ്മുടെ പ്ലെയിൻ സേമിയയും ഇത് മുട്ട സേമിയയുമാണ്. നിങ്ങൾ ഇനി മുട്ട സേമിയ മാത്രമാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കിസ്മിസ് ഒഴിവാക്കാം. കിസ്മിസ് ഒഴിവാക്കിയിട്ട് കൂടുതൽ മുട്ട ചേർത്ത് ഇതുണ്ടാക്കാം. ഞാനിപ്പം എളുപ്പത്തിന് ഇതുണ്ടാക്കിയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ നിന്ന് തന്നെ എടുത്ത് ഉണ്ടാക്കിയത്. അപ്പം എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. വളരെ നല്ലൊരു ഇതാണ്. നല്ല സ്വാദുമുണ്ട്. ഇനി നല്ല പോഷക ഇതുമുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. മുട്ട കൊണ്ടിട്ടുണ്ട് സേമിയയുടെയും ഒക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റൊക്കെ അടിക്കുക. നല്ല എനിക്കറിയത്തുള്ളൂ. ഫീഡ്ബാക്കൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരു എൻകറേജ്മെൻ്റൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും